ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐക്യുമാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കോൺഫറൻസുകളും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസന്റിംഗ് ഓപ്ഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളിൽ കുട്ടികളും അധ്യാപകരും ഒക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ക്ലാസ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുവാൻ ഒക്കെയുള്ള ചില വിദ്യകൾ ഇതിനകത്തുണ്ട്. കുറച്ച് മെത്തേഡ്സ് ഇതിലുണ്ട്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോക്ക് ഷോ ചെയ്യാം. അതുപോലെ തന്നെ കലണ്ടർ നമുക്ക് കാണിക്കാം. ടെക്സ്റ്റ് ബോക്സ് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാം. അതുപോലെ ഡ്രോയിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വാർണിംഗ് ബെൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. വാർണിംഗ് സിഗ്നൽസ് നമുക്ക് കൊടുക്കുവാൻ പറ്റും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഓൺലൈൻ ക്ലാസ്സുകളിൽ മാത്രമല്ല, ഇനി ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ലൈവ് ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുമ്പോഴും സ്മാർട്ട് ബോർഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ മികച്ച ഒരു സ്ക്രീൻ ഓപ്ഷനാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂം സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്നുള്ളിടത്ത് പോവുക. നമുക്ക് ഇഷ്ടമുള്ള പിക്ചറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പിക്ചർ എടുത്തു വന്നിരിക്കട്ടെ. ഇനി കളർ മാത്രമാണ് വേണ്ടുന്നതെങ്കിൽ, ബാക്ക്ഗ്രൗണ്ടിൽ കളർ മാത്രമാണ് വേണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ പോവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഇനി കസ്റ്റമൈസ്ഡ് പിക്ചറാണ് വേണ്ടുന്നതെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പിക്ചറോ മറ്റോ ആണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡിൽ പോവുക. അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഗാലറിയിലുള്ള ഏത് പിക്ചറും അപ്ലോഡ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് ഫോട്ടോസ് അവൈലബിൾ ആണ് ഇവിടെ തന്നെ. ഇനി ഇതിലുള്ള ഓരോ ഓപ്ഷൻസ് നോക്കാം. കലണ്ടർ എന്നുള്ള ഓപ്ഷൻ, കലണ്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടർ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇത് കലണ്ടർ എന്നുള്ള ഓപ്ഷനാണ്. ഇത് ക്ലോക്ക് ഓപ്ഷനാണ്. ക്ലോക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇത് 12 അവർ ഫോർമാറ്റ്, 24 അവർ ഫോർമാറ്റ്, രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് കളറും ഒക്കെ, കളർ പാറ്റേണും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് കളർ ചേഞ്ചിങ് ഓപ്ഷൻ കലണ്ടറിലുമുണ്ട്, ക്ലോക്കിലുമുണ്ട്. ഓക്കെ, വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂവ് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെയിം റാൻഡം സെലക്ഷൻ, നമുക്ക് കുട്ടികളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനുമൊക്കെ റാൻഡം സെലക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ നിന്ന് കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക്കലി ഒരു റാൻഡം സെലക്ഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഡൈസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതുപോലെ റാൻഡം നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. സൗണ്ട് ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. QR കോഡിനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഡ്രോയിങ് ബോർഡ് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പെന്നിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം. നമുക്ക് ഒരുപോലെ തന്നെ ഡ്രോയിങ്ങിനും എഴുതുന്നതിനുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്.
ഇത് ഒന്നിലധികം ഡ്രോയിങ് ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ടെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഓപ്ഷൻ, നമുക്ക് ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വലിപ്പം നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫോണ്ട് സൈസ് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഫോണ്ടിൻ്റെ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ തുടങ്ങിയ ഓപ്ഷൻസും നമുക്കിവിടെ ടൈപ്പിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഒന്നിലധികം ടെക്സ്റ്റ് ബോക്സുകൾ നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്ക് സിമ്പിൾസ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷനും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വർക്ക് സിമ്പിൾസ് ഉപയോഗിക്കാം. സൈലൻസ്, വിസ്പർ, ആസ് നെയ്ബർ, വർക്ക് ടുഗദർ എന്നിങ്ങനെയുള്ള സിമ്പിൾസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിഷ്വൽ വാർണിംഗ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ്, സ്റ്റാൻഡ് ബൈ, ഗോ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടൈമർ അവൈലബിൾ ആണ്. ടൈമറിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയോ സെറ്റിംഗ്സ് ഉണ്ട്. ഏത് ബെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏത് ടൈം വേണമെങ്കിലും മുകളിൽ പ്ലസ് താഴെ മൈനസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിജിറ്റും സെറ്റ് ചെയ്ത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം, എന്നിട്ട് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ 00 ആകുമ്പോൾ ഏത് സൗണ്ട് പ്ലേ ചെയ്യണമെന്ന് ഇവിടെ കുറേ പ്രീസെറ്റ് സൗണ്ട്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള സൗണ്ട്സ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 00 ആകുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആ സൗണ്ട് പ്ലേ ആകും. എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന്, ടൈം വാർണിംഗ് കൊടുക്കുന്നതിനും ഒക്കെ ഈ ടൈമർ നമുക്ക് യൂസ് ചെയ്യാം. വളരെ രസകരമായ രീതിയിൽ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിലുണ്ട്. സ്റ്റോപ്പ് വാച്ച്, ക്ലോക്ക്, കലണ്ടർ എന്നിങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ടൈമറിൻ്റെ കൗണ്ട് ഡൗൺ 7, 6, 5, 4, 3, 2, 1, 0. വളരെ രസകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്ലാസ് റൂം സ്ക്രീൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നേരെ ഗൂഗിളിലേക്ക് പോവുക, classroomscreen.com സെർച്ച് ചെയ്യുക. സൈറ്റിൽ നിന്ന് ലോഞ്ച് ക്ലാസ് റൂം സ്ക്രീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലാസ് റൂമിലേക്ക് പോകും. ഇവിടെ നമ്മുടെ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് ഏത് കമ്പ്യൂട്ടറിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും നമുക്ക് ആ അക്കൗണ്ടിൽ വഴി കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ക്ലാസ് റൂം സ്ക്രീനിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.